പാകിസ്ഥാന് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ തൊടാനായില്ലെന്ന് സൈന്യത്തിന്റെ ഓപ്പറേഷൻസ് തലവന്മാർ. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് ഏൽപ്പിച്ചത് കനത്ത പ്രഹരം. വ്യോമത്താവളങ്ങൾ തകർത്തു. കറാച്ചിയിലും ആക്രമണം നടത്തി. ചൈനീസ് നിർമ്മിത PL-15 മിസൈലുകളും തകർത്തു. ഇന്ത്യ പാകിസ്ഥാൻ സൈനികതല ചർച്ച അല്പസമയത്തിനകം. പ്രധാനമന്ത്രി രാത്രി 8-ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സിംല കരാർ ലംഘിച്ച് മൂന്നാം കക്ഷി ഇടപെട്ടോ എന്ന് കോൺഗ്രസ്. നന്ദൻകോട് കൂട്ടക്കൊലയിൽ പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരൻ. ശിക്ഷാവിധി നാളെ. കേഡൽ കൊലപ്പെടുത്തിയത് മാതാപിതാക്കൾ ഉൾപ്പെടെ 4 പേരെ. INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ഫോൺ വിളിച്ച കോഴിക്കോട് സ്വദേശി മുജീബ് റഹ്മാൻ അറസ്റ്റിൽ. മുജീബിന്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ച് അന്വേഷണ സംഘം. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പോസ്റ്റ് ചെയ്ത കൊച്ചി സ്വദേശിയിൽ നിന്നും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് മഹാരാഷ്ട്ര പോലീസ്. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേറ്റു. ഐക്യത്തോടെ ഭരണത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ച് പുതിയ ഭാരവാഹികൾ. പ്രസിഡന്റായി ഉള്ള നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കെ സുധാകരൻ. അമേരിക്ക ചൈന തർക്കത്തിന് താൽക്കാലിക പരിഹാരം. പുതിയ തീരുവകൾ 90 ദിവസത്തേക്ക് പിൻവലിച്ചു. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ നിരക്ക് 145-ൽ നിന്ന് 30% കുറച്ചു. 14 വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് അവസാനിപ്പിച്ച് വിരാട് കോഹ്ലി ഇനി ഏകദിനത്തിൽ മാത്രം കളിക്കും.